ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായ വല്യശാലയിലെ എസ് കൃഷ്ണകുമാറാണ്. നഗരസഭയുടെ കരുത്തനായ ഒരു കൗൺസിലറാണ്. ഏതാണ്ട് 6775 വോട്ടേഴ്സിൻ്റെ ഇടയിൽ തുച്ഛമായ വോട്ടുകൾക്കാണെങ്കിലും അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ഒരു കൗൺസിലറാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം ഈ വാർഡിന് വേണ്ടി എന്താണ് ചെയ്തത് നമുക്ക് അദ്ദേഹത്തിനോട് അറിയാം. അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കും ഞങ്ങളുടെ ഫോണിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ശ്രീമാൻ കൃഷ്ണകുമാറിന് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ സ്വാഗതം. അപ്പോൾ ഈ 5 വർഷക്കാലം ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമുക്കത് കഴിയാനായിട്ട്. അപ്പോൾ അങ്ങ് ചെയ്ത പ്രോജക്റ്റുകൾ, പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കൊന്ന് അറിയാമോ? മരാമത്ത് നമ്മൾ തുടങ്ങി വെച്ചു, അത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോഡുകളും അതിൻ്റെ ചിലവുകളും. അതെ, അപ്പോൾ അതിനകത്ത് പറഞ്ഞ മരാമത്തിനെ പറഞ്ഞ കാവിൽദേവി ക്ഷേത്രം ഇതുപോലെ തന്നെയാണ്. അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ക്ഷേത്രമാണ് കാവിൽദേവി ക്ഷേത്രം. അതിൻ്റെ ഈ റോഡ് എന്ന് പറയുന്നത് പഴയ ഡ്രെയിനേജ് റോഡെന്ന് അറിയപ്പെടുന്നത്. പിന്നെ അത് കാവിൽനഗർ പ്രദേശമായി മാറുകയും ആ റോഡ് ടാറിങ് ആയിരുന്നു. അപ്പോൾ ഓരോ ഘട്ടത്തിലും ടാർ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഈ വീടുകളുടെ ഹൈറ്റ്, വീടുകൾ താഴ്ന്നു വരികയും ടാറിൻ്റെ ഹൈറ്റ് ഉയർന്നു വരികയും ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞ ടൈമിൽ നോക്കിയപ്പോഴത്തേക്കും ആ കല്ലത്തിൽ ടാർ ചെയ്ത് കഴിഞ്ഞാൽ വീടിനകത്തു നിന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെ വെള്ളം പുറത്തു പോകാൻ പറ്റുന്ന സാഹചര്യം. അപ്പോൾ അവിടെയുള്ള റെസിഡൻസ് ഭാരവാഹികളായിട്ട് ഞാൻ സംസാരിച്ച് പറഞ്ഞു, നിങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങൾ ചേരാൻ വേണ്ടി ഞാനൊരു ഒത്തുചേരൽ നമ്മൾ ആലോചിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ വന്നോളൂ പറഞ്ഞു. അവിടെ റെസിഡൻസ് ഭാരവാഹികളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി അവരുടെയും കൂടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ടാറിങ് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ ഇൻ്റർലോക്ക് ചെയ്യണമെന്നൊരു ആവശ്യം പറഞ്ഞു. അവർ ഇൻ്റർലോക്ക് ആണെങ്കിൽ നമുക്കത് കാലാകാലങ്ങൾ ടാർ ചെയ്യുന്ന പോലെ ഹൈറ്റ് കൂടേണ്ട സാഹചര്യം വരുന്നില്ല. ഒറ്റ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. അങ്ങനെ നഗരസഭയോട് ഒരു പ്രപ്പോസലായിട്ട് വെച്ചു. അടുത്ത ഘട്ടത്തിൽ ടാറിങ് പൊളിച്ചു മാറ്റുന്നതിന് പ്രത്യേക എസ്റ്റിമേറ്റാണ് എടുക്കുന്നത്. പൊളിച്ചു മാറ്റുന്നത് സാധാരണ അങ്ങനെ ഒരു വർക്ക് ചെയ്യാറില്ല. അങ്ങനെ ആ റെസിഡൻസിൻ്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് അവിടുത്തെ ടാറിങ് എല്ലാം പൊളിച്ചു മാറ്റി ഇൻ്റർലോക്ക് ആക്കിക്കൊണ്ട് അത് അവരുടെ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു കൊടുത്തു. അതുപോലെ തന്നെയാണ് 8 വീട് ലൈൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്രസിദ്ധനായിട്ടുള്ള സിനിമാ നടൻ ശ്രീ കൊല്ലം തുളസിൻ്റെ വരലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ ഇതുപോലെ ഒരു 8 വീട് ലൈൻ എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. അവിടെയും കോൺക്രീറ്റ് ആയിരുന്നു. കാലാകാലങ്ങൾ കോൺക്രീറ്റ് വരുമ്പോഴത്തേക്കും ആ പ്രദേശത്തുള്ള ഇദ്ദേഹം താമസം, നമ്മുടെ കൊല്ലം തുളസി അടക്കം താമസിക്കുന്ന എല്ലാവരുടെ വീട്ടിലും വെള്ളം പുറത്തു പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ വെള്ളം കിട്ടും, ഈ കോൺക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് വെള്ളം പുറത്തു പോകുന്നില്ല. അങ്ങനെ അവരുടെ ഒരു പരാതിയും കൂടെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയും ഇതുപോലെ തന്നെയാണ് ആ കോൺക്രീറ്റ് ഒരു അടിയോളം താഴ്ത്തിയിട്ട് നമുക്ക് അടുത്ത നല്ല രീതിയിലുള്ള ഇൻ്റർലോക്ക് സ്ഥാപിച്ചു കൊടുത്തു. അവിടെ അത് മോഡേണായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാന്തല്ലൂർ നഗർ പ്രദേശത്ത് വരുന്ന പെരുമാൾക്കുളം തോപ്പ് എന്ന് പറയും, അവിടെ അങ്ങനെ തന്നെയാണ്. ഒരു കോമ്പൗണ്ടിൽ ഒരു 15ഓളം വീടുകളുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ട് വെള്ളം പോലെ വീട്ടിനുള്ളിൽ വീട്ടു സാധനം എല്ലാം കട്ടിലിൻ്റെ മേലെടുത്ത് വെച്ചാൽ പോലും നനയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നൊരു പ്രദേശമായിരുന്നു അവിടെ ഇതുപോലെ തന്നെ അവിടുത്തെ റെസിഡൻസ് ഭാരവാഹികളായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് അവിടുത്തെ ഈ ആ സംവിധാനം മാറ്റിയിട്ട് അവിടെയും ഇൻ്റർലോക്ക് ചെയ്ത് ഓട കെട്ടി ഇൻ്റർലോക്ക് ചെയ്ത് ആ വെള്ളക്കെട്ട് ഒഴിവാക്കി കൊടുത്തത്. അങ്ങനെ മരാമത്ത് വർക്കുകൾ കാലാകാലങ്ങളിൽ വരുന്ന മരാമത്ത്, ഈ പറഞ്ഞ കാവൽക്കടവ് ക്ഷേത്ര ഇടവഴി എന്ന് പറയുന്നത് 19,20,000 രൂപയുടെ വർക്കായിരുന്നു അത് അന്ന് ചെയ്തത്. പിന്നെ നന്ദാവനം പാർക്ക് നവീകരണം, അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു നന്ദാവനം പാർക്ക് എന്ന് പറയുന്നത്. ഒരു പഴയ ബസ് റൂട്ടായിരുന്നു. പിന്നെ കിള്ളിപ്പാലം വന്നപ്പോഴത്തേക്കും ആ റൂട്ടിൽ ബസ് സർവീസ് പോകാൻ പറ്റാതായി പാലം ഉയരുകയും റോഡ് താഴുകയും ചെയ്തപ്പോഴത്തേക്കും ആളൊഴിഞ്ഞ കുറേ മദ്യപാനികളും പാർക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു. അപ്പോൾ നഗരസഭയായിട്ട് ആലോചിച്ചിട്ട് അവിടെ ഒരു പാർക്ക് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ആലോചന നടത്തി. അവിടെ നമ്മളൊരു നല്ലൊരു മനോഹരമായ ചെറിയ സ്ഥലമാണുള്ളത് എങ്കിലും ആ സ്ഥലത്തെ പൂർണ്ണമായി ആ പ്രദേശത്തിൻ്റെ ആൾക്കാർക്ക് വന്നിരിക്കാൻ വേണ്ടി ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു പാർക്ക് നവീകരിച്ചു കൊടുത്തിട്ടുണ്ട്. നവീകരിച്ചാൽ പുതിയതായിട്ട് നിർമ്മിച്ചു കൊടുത്ത് ബഹുമാനപ്പെട്ട മേയർ തന്നെയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർമ്മാണം കഴിച്ച് 25 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റായിരുന്നു അത്. പാർക്ക് പുതുക്കി കെട്ടിയൊക്കെ എടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് അവിടെ നാട്ടുകാരെല്ലാം കൂടെ മേയറോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ഇവിടെ എക്സസൈസിനുള്ള എന്തെങ്കിലും കുറച്ച് എക്യുപ്മെൻറ്റ്സ് തരണമെന്ന്. അതെ എക്സസൈസിന്. അപ്പോൾ മേയർ പറഞ്ഞു ശരി നോക്കാം, നമുക്ക് അതങ്ങ് ചെയ്തു തരാം എന്ന് അന്ന് മേയർ ഉറപ്പ് കൊടുത്തു. അടുത്ത ഘട്ടത്തിൽ മേയർ തന്നെ അതിന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം അവിടെ ഒരു എക്സസൈസിന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം കൊടുത്തുകൊണ്ട് അതും ബഹുമാനപ്പെട്ട മേയർ തന്നെയാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ജ്യോതിപുരം കാണുള്ള റോഡ്, മുണ്ടനാട് റോഡൊക്കെ ഇങ്ങനെ പറയുന്ന ഇടവഴികളും റോഡും എല്ലാം കാലാകാലങ്ങളിൽ ടാറിങ്ങും ഇൻ്റർലോക്കും ചെയ്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിന് 12 ലക്ഷം രൂപയാണ് ഈ ജ്യോതിപുരം കാണുള്ള ലൈൻ വരുന്നത്. പിന്നെ ഗ്രാമം വാർഡിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അഗ്രഹാരമാണ്. ഈ ഇരുവശങ്ങളിലും
ഒരു 10 മീറ്റർ വീതി വരുന്ന റോഡും ഇരുവശങ്ങളിലും ബ്രാഹ്മൺസ് മാത്രം താമസിക്കുന്ന നല്ലൊരു അഗ്രഹാരമാണ്. വർഷങ്ങളായിട്ട് അവരുടെ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ മധ്യത്തൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്, ഗണപതി അമ്പലമൊക്കെ ഉണ്ട് റോഡിൻ്റെ മധ്യത്തായിട്ട്. അതെ അതെ അതെ, ഒരു നല്ലൊരു അന്തരീക്ഷം കിട്ടുന്ന, നല്ലൊരു മനസ്സമാധാനം കിട്ടുന്ന ഒരു ഏരിയയാണ് അത്. നല്ലൊരു അഗ്രഹാരമാണ്. വലിയ നീളത്തിനുള്ള ഒരു 1/2 കിലോമീറ്ററോളം ദൂരം വരുന്ന ഒരേ രൂപത്തിലുള്ള അതിപ്പം നവീകരിക്കാൻ വേണ്ടി പ്രോജക്റ്റ് ഞാൻ വച്ചിട്ടുണ്ട്. വലിയ ഗ്രാമ നവീകരണം, അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രോജക്റ്റിന് സ്മാർട്ട് സിറ്റിയെ പോലുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന് ഈ 2 സൈഡും ഇൻ്റർലോക്ക് ചെയ്ത് ആ ടാറിങ്ങൊക്കെ ഇളക്കി മാറ്റി അതൊരു പ്രോജക്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇൻ്റർലോക്ക് ചെയ്ത് പോസ്റ്റെല്ലാം മാറ്റി ഇലക്ട്രിക്കൽ ലൈനിന് മേളിൽ കൂടെ അല്ലാതെ അണ്ടർലാക്കിക്കൊണ്ട് ഒരു പ്രോജക്റ്റും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെറിയ ചെറിയ ബുദ്ധിമുട്ടിൽ അവരും പറയുന്നുണ്ട്, അവർക്ക് ചെറിയ ചെറിയ അസ്വരസ്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത്. അതെല്ലാം കൂടെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് അവിടെ ഒരു നല്ലൊരു മോഡേൺ ഗ്രാമമായിട്ട് അഗ്രഹാരമായിട്ട് അതിനെ നിലനിർത്താനുള്ള ഒരു വലിയൊരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ നിരവധി വർക്ക്. പിന്നെ ഈ ഇപ്പോൾ പുതിയ ഓടയൊക്കെ ചെയ്ത ഒരു വർക്ക് ഇപ്പം ചെയ്തിട്ടുണ്ട്. പൂമുറ്റം, തെക്കേനട, കിഴക്കേനട, മഹാദേവ ക്ഷേത്രത്തിൻ്റെ നടകളാണ് ഇതെല്ലാം വരുന്നത്. ആ പ്രദേശങ്ങളെല്ലാം പുതിയ ഓടകൾ നിർമ്മിച്ച് 20 ലക്ഷം രൂപയുടെ എല്ലാ അമ്പലങ്ങളുടെ സ്ഥലങ്ങളും നടകളാണ്. അതെ അതെ, റെസിഡൻസ് പേരുകളുണ്ട്. 8 റെസിഡൻസ് ആണ് അവിടെ ഉള്ളത്. ഒന്ന് വന്നിട്ട് ബാബുജി റെസിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തെക്കാട് ആശുപത്രിയോട് ചേർന്ന് വരുന്ന പ്രദേശമാണ്. ആ പ്രദേശം വളരെ ആൾക്കാർ തിങ്ങിപ്പാർ, ഒരു 350-400ഓളം പേര് തിങ്ങിപ്പാർക്കുന്ന വലിയൊരു ഏരിയയാണ്. അവിടുത്തെ റെസിഡൻസ് ഭാരവാഹികൾക്കും അവരുടെ ആവശ്യാനുസരണം എന്താണോ ചെയ്യാൻ കഴിയേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് അവിടുത്തെ ഓട നിർമ്മാണം, നവീകരണങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. പ്രദേശത്തെ ഏറ്റവും വലിയ പ്രശ്നം മരാമത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കുടിവെള്ള വിഷയമായിരുന്നു. അവിടെ കുടിവെള്ളം വലിയൊരു വിഷയമായിരുന്നു. ഞാൻ മത്സരിക്കുന്ന സമയത്ത് ഞാനൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രകടന പത്രിക ഞാൻ അവിടെ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ആ പ്രകടന പത്രിക. അതിൽ 26 വിഷയങ്ങൾ ഞങ്ങൾ LDFിൻ്റെ ഭാഗമായിട്ട് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് കൊടുത്ത ഒരു പ്രകടന പത്രികയാണ്. 26 വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത് എല്ലാ വീട്ടിലും ഞങ്ങളിത് കൊടുത്തിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു വരികയാണ്, സ്ഥാനാർത്ഥി ജയിച്ചു വരികയാണെങ്കിൽ ഈ വർക്കുകളെല്ലാം പൂർത്തീകരിക്കുന്നു. അതിൽ 23 വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 21 വർക്കുകൾ പൂർത്തീകരിച്ചു. 26 പദ്ധതികൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെച്ചതിൽ എന്തായാലും പ്രകടന പത്രിക കാണിച്ചല്ലോ. ചെയ്ത 21 പത്രികകള് 21 പത്രിക, ഇത് 21 എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും? പിന്നെന്ത്, ധൈര്യമായിട്ട് പറയാം. ഓരോ നിമിഷവും ഓരോ കഥകളാണ്. ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ്, മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും. പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ്. ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. Hello, I am Dr. Rehna, Alpha Hill Skin and Hair Clinic. നമ്മളിവിടെ വേരിയസ് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പയർ ഫേഷ്യൽ, മെസോതെറാപ്പി, സ്കിൻ ബൂസ്റ്റേഴ്സ്, ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് കെമിക്കൽ പീൽ, ഗ്ലൂട്ടത്തോൺ IV ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്സ്. ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫില്ലേഴ്സ്, ബോട്ടോക്സ്, ത്രെഡ് ലിഫ്റ്റ്, കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ്. കൂടാതെ PRP, GFC, അഡ്വാൻസ് എക്സസോംസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ്. ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ്, ലോക്സ്, മൺചിത്ര താഴുകൾ, പ്ലൈവുഡ്, PVC ആൻഡ് UPVC ഡോറുകൾ, വിൻഡോ ഗ്ലാസ്, വാൾപേപ്പർ, പ്രമുഖ കമ്പനികളുടെ മൾട്ടിവുഡുകൾ, PVC ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡുലാർ കിച്ചൺ, പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഗ്ലാസ് പോയിന്റ്, പവർ ഹൗസ് റോഡ്, ചാലൈ, ട്രിവാൻഡ്രം. യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത്
9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വാർഡിലെ കുടിവെള്ള ക്ഷാമത്തിന് അടിയന്തരമായ ശാശ്വത പരിഹാരം കാണുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയമായിരുന്നു. ഞാൻ മത്സരിക്കുന്ന സമയത്ത് വാർഡിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാത്ത സ്ഥലം, ഞാൻ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ മത്സരിക്കുന്നത് അന്ന് ആ സമയത്തുണ്ടായിരുന്നൊരു BJP കൗൺസിലറായിരുന്നു നിലവിൽ. അപ്പോൾ BJP ജയിച്ചൊരു വാർഡായിരുന്നു. അപ്പോൾ രാഷ്ട്രീയമായിട്ട് നല്ലൊരു ഫൈറ്റിംഗ് നടക്കുന്നൊരു വാർഡും കൂടെ ആയിരുന്നു അത്. നിലനിർത്താനുള്ള ശ്രമം അവരും തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു. അപ്പോൾ ഞങ്ങളിത് പോയപ്പോഴത്തെ ഞങ്ങൾ ഈ പ്രകടനപത്രിക തയ്യാറാക്കാനുള്ള കാര്യം തന്നെ സാഹചര്യം തന്നെ അവിടെ നിന്ന് ഉണ്ടായതാണ്. പലരും വിവിധങ്ങളായിട്ട് ആവശ്യങ്ങൾ ഞങ്ങളോട് പറയുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ തരുന്നത്. അപ്പോൾ അതിനകത്ത് കാവൽക്കടവ്, മയിലാടിക്കടവ്, മഹാദേവ ക്ഷേത്രം തെക്കുവശം ഈ പ്രദേശങ്ങളിൽ, കാന്തളൂർ നഗർ ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടാത്ത ഒരു സാഹചര്യമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും സുലഭമായി കുടിവെള്ളം ലഭിക്കുകയാണ്. പൈപ്പ് തുറന്നാൽ ജപ്പാൻ ഒന്നുമല്ല, നമ്മുടെ തന്നെയാണ്, ഇന്ത്യൻ തന്നെയാണ്, ജപ്പാൻ ഒന്നുമല്ല, ഇന്ത്യൻ നിർമ്മിത പൈപ്പിൽ കൂടെ തന്നെയാണ് വെള്ളം വരുന്നത്. പൈപ്പ് തുറന്നാൽ ആവശ്യം. പണ്ട് ഞാൻ ഒരു കൊല്ലത്തിന് മുമ്പേ ഞാൻ കുളിക്കാൻ വേണ്ടി രാവിലെ ഒരു 8 മണിക്ക് തുറന്നു വെച്ചാൽ എനിക്ക് 9 മണിക്ക് എൻ്റെ പാത്രത്തിൽ വെള്ളം നിറയുള്ളൂ. അതെ, ഇപ്പോൾ അങ്ങനെയല്ല, 5 മിനിറ്റിനുള്ളിൽ എനിക്ക് കുളിക്കാനുള്ള ആവശ്യമുള്ള വെള്ളം കിട്ടുന്ന അല്ലല്ല. ഇത് വാർഡിലെ എവിടെ വേണോ നിങ്ങൾക്ക് ഒരു സർവേ നടക്കാം, എവിടെ ചോദിച്ചിരുന്നാലും സുലഭമായി വെള്ളം ലഭിക്കുന്ന ഒരു സാഹചര്യം. ഈ കുടിവെള്ളം ചെറിയ കാര്യമില്ല. അത് മയിലാടിക്കുളം പ്രദേശത്ത് ഈ പുതിയ ലൈനുകൾ സ്ഥാപിച്ചാണ്. ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും പുതിയ ലൈനുകൾ സ്ഥാപിച്ച് ഈ സ്മാർട്ട് സിറ്റി വർക്കിൻ്റെ ഭാഗമായിട്ട് അവരുടെ വർക്കിനെ കണക്ട് ചെയ്തുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയാണ് ഇതെല്ലാം സ്ഥാപിച്ചെടുത്തതെന്നുള്ളതാണ്. ചെറിയ കാര്യമല്ല, വലിയ സംഭവമാണ് കുടിവെള്ളമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുള്ളത്. പിന്നെ കാലപ്പഴക്കം ഡ്രെയിനേജ് പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള രണ്ടാമത്തെ വിഷയം അതായിരുന്നു. അത് ഈ പറഞ്ഞ ഞാൻ അടക്കം താമസിക്കുന്നതും കാവിൽ നഗർ നന്ദാവനം റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് ഇവിടെ. ആ പ്രദേശത്തൊക്കെ വർഷങ്ങളായിട്ട്, അതായത് രാജഭരണ കാലത്തിട്ട ഡ്രെയിനേജ് പൈപ്പുകളാണ് അന്നുണ്ടായത്. അന്നൊരു 50 വീടായിരുന്നെങ്കിൽ ഇന്നത് 500 വീടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പൈപ്പുകളെല്ലാം ചെറിയ പൈപ്പുകളാണ്, വ്യാസം കുറഞ്ഞ പൈപ്പുകളാണ്. അപ്പം ഇത് വ്യാസം കൂടിയ പൈപ്പുകൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടൊരു പ്രപ്പോസൽ ബഹുമാനപ്പെട്ട MLA മുഖാന്തരം ഞങ്ങൾ നഗരസഭയിൽ നിന്നും MLAക്ക് കൊടുത്തു. അങ്ങനെ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെമ്പൂണിപ്പര ജംഗ്ഷൻ കൊച്ചാർ റോഡിൻ്റെ തുടക്കം മുതൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്കേ നട വരെ വരുന്ന പ്രദേശത്ത് ഒരു 300ഓളം വീട്ടുകാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. 85 ലക്ഷം രൂപയ്ക്ക് ബഹുമാനപ്പെട്ട MLA ഫണ്ടിൽ നിന്ന് തന്നുകൊണ്ട് അവിടെ നമുക്ക് പൈപ്പ് ലൈൻ മാറ്റാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. പൈപ്പ് ലൈൻ മാറ്റുക എന്ന് പറഞ്ഞാൽ റോഡ് തന്നെ ഒരു 10 അടി താഴ്ചയിൽ കുഴിച്ചിട്ടാണ് ആ ഒരു പൈപ്പ് ഇട്ടുകൊണ്ട്, പുതിയ പൈപ്പ് ഇട്ടുകൊണ്ട്, വലിയ വ്യാസം കൂടി പൈപ്പ് ഇട്ടുകൊണ്ട് ആ പ്രദേശത്തെ ഡ്രെയിനേജ് പൊട്ടി ഒഴുകുന്ന ഒരു പരിഹരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് നന്ദാവനത്ത് ഇതുപോലെ നന്ദാവനം റെസിഡൻസിൽ ഈ പറഞ്ഞ രാജഭരണ കാലത്ത് ഇട്ട പൈപ്പുകളായിരുന്നു, അതെല്ലാം മാറ്റി അവിടെയും പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചു കൊടുത്തു. ഞാൻ വന്നതിന് ശേഷം ഒരു 25-ൽ കൂടുതൽ മാൻഹോളുകൾ വിവിധ സ്ഥലങ്ങൾ, വിവിധ അസോസിയേഷൻ പ്രദേശത്തായിട്ട് 25-ൽ കൂടുതലുണ്ട് മാൻഹോൾ. എൻ്റെ ഒരു ഉദ്ദേശം ശരിയാണെങ്കിൽ 30 അടുപ്പിച്ച് വരും. 25-ൽ കൂടുതൽ മാൻഹോളുകൾ പുതിയതായിട്ട് സ്ഥാപിച്ച് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ഡ്രെയിനേജ് സംവിധാനത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ. വല്യശാല കൗൺസിലർ ഞങ്ങൾ അടുത്തുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്ത് വികസനങ്ങളെ കുറിച്ച് അദ്ദേഹം ഏകദേശം രൂപം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മാഡം ഉദ്ദേശിക്കുന്ന വികസനങ്ങൾ എന്താണ്, അവിടെ എന്താണ് ആവശ്യം? കൗൺസിലറോട് സംസാരിക്കാം. ഹലോ. പറഞ്ഞോളൂ ചേച്ചി. ഏകദേശം എല്ലാം ചെയ്തിരിക്കല്ലേ. ഇനി നമുക്കിവിടെ എന്താ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് അത്ര വലിയൊരു ആവശ്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ളതൊന്നും മേട്ടുക്കട മുതൽ താഴോട്ടുള്ള വഴിയാണ്. അതറിയാമല്ലോ, റെയിൽവേയുടെ പണി നടക്കുന്നത് കൊണ്ടാണ് ചെയ്യാത്തതെന്ന്. അല്ലാതെ വലിയ ശാലയിൽ എല്ലാ വഴികളും ക്ലിയറാണ്. വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നതെല്ലാം ക്ലിയർ ആക്കി. അങ്ങനെ ഏകദേശം എല്ലാം ചെയ്ത് ട്രെയിനേജിന്റെ പണി കഴിഞ്ഞു. അയ്യോ, അത് ഏറ്റവും വലിയ കാര്യമാണ്. ഡ്രെയിനേജും പൈപ്പിന്റെ ഇതും നിരന്തരമായിട്ട് വലിയ ശാലയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഏറ്റവും വലിയ ശാപമായിരുന്നു. വെള്ളത്തിന്റെ പ്രശ്നം, ഡ്രെയിനേജിന്റെ പ്രശ്നം, അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. അപ്പോ മാലിന്യ സംസ്കരണം എങ്ങനെയാണ് അവിടെ നടക്കുന്നത്? മാലിന്യ സംസ്കരണം വെള്ളിത്തല വാർഡിനെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല. മാലിന്യ പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട്, ഫുഡ് വേസ്റ്റ് എടുക്കുന്നുണ്ട്, റോഡൊക്കെ ക്ലിയർ ആണ്. ഞങ്ങൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും
ഈ വിളിക്കുന്ന കാരണം ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. വിളിക്കുന്ന ആളുടെ പേരും പ്രവർത്തിക്കുന്ന സ്ഥലവും ഒന്ന് പറയാമോ? ഞാന് എന്റെ പേര് അഖില എന്നാണ്. ഞാനൊരു ടൂർ പ്രൊമോട്ടറാണ്. ഓക്കെ. ഇവിടെ ഏത് റെസിഡൻഷ്യൽ അസോസിയേഷൻ ആണ്? UNRI. അതിന്റെ പ്രസിഡന്റ് ആണോ സെക്രട്ടറി ആണോ? സെക്രട്ടറിയാണ്. ഓക്കെ. അപ്പൊ ടൂർ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നാടുമായി മാഡത്തിന് ബന്ധമുണ്ടോ കൂടുതൽ? ടൂർ പ്രോഗ്രാമായി കൂടുതൽ സമയം പുറത്തായിരിക്കുമല്ലോ? അല്ല, ഞാനങ്ങനെ വലിയൊരു പ്രവർത്തനമല്ല ടൂറിലെ. ജസ്റ്റ് എനിക്കൊരു എന്തെങ്കിലും ഒരു ജോലി എന്ന് പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. എനിക്ക് നാടുമായിട്ടാണ് കൂടുതൽ ബന്ധം. പ്രത്യേകിച്ച് വലിയശാലയായിട്ട് എനിക്ക് എല്ലാ തരത്തിലും ഉള്ള, ഞാനിവിടെ കുടുംബശ്രീയുടെ സെക്രട്ടറിയാണ്, പ്രസിഡന്റിന്റെ സെക്രട്ടറിയാണ്. അങ്ങനെ എനിക്ക് നാടുമായിട്ടാണ് നല്ല ബന്ധം. ഒരു പൊതുപ്രവർത്തകയാണ്. അതെ. അപ്പൊ ഈ കാന്തള്ളൂർ ക്ഷേത്രത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? കാന്തല്ലൂർ ക്ഷേത്രം ഇതിന്റെ ചരിത്രങ്ങളൊക്കെ ഇപ്പോഴാണ് വെളിയിൽ ഇങ്ങനെ കാന്തല്ലൂർ ക്ഷേത്രം എന്താണ് എന്നുള്ളത് വെളിയിൽ വന്നു തുടങ്ങിയത്. സത്യം പറഞ്ഞാല് പഴയ കാന്തല്ലൂർ ശാല അങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ്. മാഡം ഇവിടത്തെ കാര്യമാണോ? കോട്ടയത്തെ ഏരിയയാണ്. ഇവിടത്തെ കാര്യമാണ്. തിരുവനന്തപുരത്തുള്ള ആളാണോ? അല്ലല്ല, ഞാൻ എന്റെ കോട്ടയാണ്. 35 വർഷം കൊണ്ട് ഞാൻ വലിയശാലയിലുണ്ട്. ഓ, അങ്ങനെയാണ്. എന്റെ സ്വന്തം സ്ഥലം കോട്ടയാണ്. അപ്പൊ കോട്ടയത്തുകാർക്ക് തിരുവനന്തപുരത്തെ കാന്തള്ളൂർ ക്ഷേത്രത്തെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. കാരണം ഞാനിവിടെ വന്ന് അല്ല, അതിന്റെ ഏകദേശം രൂപങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഞങ്ങൾ ചോദിക്കുന്നത്, ഇനി അവിടെ എന്തെങ്കിലും അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിക്കാനുണ്ടെങ്കിൽ കുറച്ച് ദിവസമേ ഉള്ളൂ, പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യിപ്പിക്കാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് ഏകദേശം, അതായത് ജനങ്ങളുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ട എല്ലാ സഹായങ്ങളും സുനി ചെയ്തു തന്നിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ സുനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സുനിയെ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നതല്ല, നമുക്ക് കോർപ്പറേഷനകത്ത് 100 വാർഡും 100 കൗൺസിലറും ഉണ്ടെങ്കിൽ ഞങ്ങൾ വലിയശാലക്കാരുടെ അഭിപ്രായത്തിൽ കോർപ്പറേഷനിലേക്ക് ഏറ്റവും നല്ല കൗൺസിലറാണ് ഞങ്ങളുടെ സുനി. അത് ആവശ്യം ചെന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടി എന്താണെന്നോ അവരുടെ ജാതി എന്താണെന്നോ ഒന്നും നോക്കാതെ, ആവശ്യം എത്ര വലുതായാലും എത്ര ചെറുതായാലും അത് സത്യസന്ധമായിട്ട് ചെയ്യുന്ന ആളാണ് സുനി. ഓക്കെ, താങ്ക് യു മാഡം. വിളിച്ചത് സന്തോഷം. നന്ദി. താങ്ക് യു ചേച്ചി. താങ്ക് യു. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world-class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. Fashion for all at My Own Partha's. 60 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SKP ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ചർ, സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം, അതാണ് ടിംബാഗ് ഗ്രൂപ്പ്. വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം.
മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം, കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, ഡൈനിങ് സെറ്റുകൾ, മനസ്സിനിണങ്ങിയ ഫർണിച്ചർ, മനസ്സിനിണങ്ങിയ വിലയിൽ. ടീം ബാഗ്രോ, the biggest wooden furniture showroom in the heart of the city. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. Pitapilil Agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting, a testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank, together we can. അടുത്ത മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ സംവിധാനം നടപ്പിലാക്കുമെന്നാണ് എടത്വ ശ്രീനാഥൻ പറഞ്ഞത്. മാലിന്യ സംസ്കരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ നന്ദാവനം ഗാർഡൻസ് പ്രദേശത്ത് ഈ ഒഴിഞ്ഞു കിടക്കുന്ന പാർക്കിന് പുറകിലായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ എയറോ ബിന്ന് സ്ഥാപിക്കാൻ വേണ്ടി നഗരസഭാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എയറോ ബിന്ന് സ്ഥാപിച്ചു. എയറോ ബിന്നിൽ 10 അറകളുള്ള ക്യാബിനായിട്ട് തിരിച്ചുകൊണ്ട് എയറോബിൻ സ്ഥാപിച്ചുകൊണ്ട് അവിടെ മാലിന്യം ഹരിതകർമ്മസേന കളക്ട് ചെയ്ത് അവിടെ കൊടുക്കുകയും അല്ല നേരിട്ട് അവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ പുറകിൽ ബയോഗ്യാസ് സ്ഥാപിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ബയോഗ്യാസ് സ്ഥാപിച്ചുകൊണ്ട് ഒരു റെസിഡൻസ് പ്രദേശത്തുള്ള മുഴുവൻ മാലിന്യവും 50 കിലോ വരുന്ന മാലിന്യം അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ 50 കിലോ മാലിന്യം 50 കിലോ വെള്ളവും എത്തി കഴിഞ്ഞാൽ അത് കമ്പോസ്റ്റായി ഗ്യാസായി മാറും. ആ ഗ്യാസ് ഉപയോഗിച്ച് ആ റെസിഡൻസിൽ തന്നെ താമസിക്കുന്ന ഒരാൾക്ക് ഒരു തട്ടുകട നടത്താനുള്ള അവസരം സൗജന്യമായിട്ട് നഗരസഭ ഒരു തട്ടുകട സൗജന്യമായിട്ട് ഒരു വികലാംഗന ഒരാളാണ് അയാൾക്ക് ഒരു തട്ടുകട നടത്തി അയാൾ ഉപജീവന മാർഗ്ഗം അതിൽ നിന്ന് കണ്ട ദിവസം 5 കിലോ ഗ്യാസ് അതിൽ നിന്ന് കുക്കിംഗ് ഗ്യാസ് കിട്ടുന്നുണ്ട്. അയാൾ രാത്രി അയാൾ മുട്ടത്തട്ട് വെച്ച് അയാൾ അതിൽ നിന്നാണ് ഉപജീവന മാർഗ്ഗം നടത്തി പോകുന്നത്. അത് ഈ ശാസ്ത്രീയമായ സംവിധാനമായി അതിനെ കണക്കായിക്കൊണ്ട് മാലിന്യ സംസ്കരണത്തിൽ മറ്റ് വീടുകളിൽ നിന്ന് ആഴ്ചയിലേക്ക് നമ്മുടെ ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് എടുത്തുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. വേറെ മാലിന്യം സംബന്ധിച്ച് വാർഡിൽ വലിയ പരാതികളില്ല. അതോടൊപ്പം തന്നെ ഞാൻ കുടുംബശ്രീ ഉപയോഗിച്ചുകൊണ്ട് ഈ മരണങ്ങളും മറ്റ് ചെറിയ ചെറിയ ചടങ്ങുകൾ നടക്കുന്ന വീടുകളാണെങ്കിൽ അവിടെ കുടുംബശ്രീയുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ കപ്പും ആ വീട്ടിൽ കൊണ്ട് ഞാൻ കൊടുക്കും. ചെറിയൊരു തുക ഈടാക്കി കുടുംബശ്രീ വാങ്ങി വെച്ചേക്കുന്നതാണ് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി. അത് ഞാൻ തന്നെ പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ മരണ വീടുകളൊക്കെ 16 ദിവസവും ബന്ധുക്കളൊക്കെ വരും. ദിനം പ്രതി ഒരു 500 ചായക്കപ്പെങ്കിലും റോട്ടിലോട്ട് വരും. ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ദിവസവും ഒരു 50 പേരെങ്കിലും ആ വീട്ടിൽ വന്നു പോകുന്ന ഒരു ഭക്ഷണം കഴിക്കും. ഉച്ചയ്ക്ക് പേപ്പർ പ്ലേറ്റാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മരണം നടക്കുമ്പോൾ ഞാൻ ചെന്ന് പറയും പേപ്പർ പ്ലേറ്റും കപ്പും ഒക്കെ ഒന്ന് ഒഴിവാക്കണം, നമുക്ക് സ്റ്റീൽ പ്ലേറ്റും ഗ്ലാസ് ഞാൻ കൊണ്ടുതരാം, നിങ്ങൾക്ക് 50 പ്ലേറ്റ് വേണമെങ്കിൽ 50 പ്ലേറ്റും 100 ഗ്ലാസും ഞാൻ കൊണ്ടുതരാം, നിങ്ങൾ ചെറിയ തുച്ഛമായിട്ട് വാടക കുടുംബശ്രീ കൊടുത്താൽ മതി. അങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ മാലിന്യ സംസ്കരണത്തിന് അതെ മാലിന്യ സംസ്കരണത്തിന് സംവിധാനം ഉണ്ടായി. മറ്റേ കിള്ളിയാറിൻ്റെ ജഗതി മുതൽ കിള്ളിപ്പാലം വരെയുള്ള ഇരുവശങ്ങളിലും ബണ്ടിൻ്റെ ഭിത്തി കെട്ടി വെള്ളപ്പൊക്കത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത് വന്നിട്ട് നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ബണ്ട് നിർമ്മാണം വലിയ തുകകൾ വരുന്നതാണ്. അത് അന്ന് മുൻകാലങ്ങളുണ്ടായിരുന്ന MLA ശ്രീ ശിവകുമാർ സാർ അദ്ദേഹമാണ് അതിന് തുടങ്ങി വെച്ചത്. പക്ഷേ പൂർത്തീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ നമ്മുടെ ആന്റണി രാജ് സാർ വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ചെന്ന് കണ്ട് ഈ സ്ഥലത്തെ അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചുകൊണ്ട് അതൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചു. തുടങ്ങി വെച്ച വർക്ക് മുടങ്ങിക്കിടന്ന് വർഷങ്ങളായിട്ട് 10 കൊല്ലമായിട്ട് മുടങ്ങിക്കിടന്ന ആ ബണ്ടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് പകുതിയിൽ കൂടുതൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ 5.5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ബാക്കി വരുന്ന ജഗതി മുതൽ കിള്ളിപ്പാലം വരെ വരുന്ന പ്രദേശത്തെ കിള്ളിയാറിൻ്റെ ഇരുകരകളിൽ ബണ്ട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള തുക അനുവദിച്ച് 5.5 കോടി അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം തന്നെ ആ വർക്ക് തീർക്കും എന്നാണ് ബഹുമാനം. അതെ അതെ ചെറിയ കാര്യമല്ല, വലിയൊരു അധ്വാനം നടത്തുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ വരുന്നത് നടക്കാൻ പറ്റാത്തൊരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയതാണ്. വല്യശാല ആർന്നൂര് ബന്ധിപ്പിക്കുന്ന മയിലാടിക്കോട് പാലത്തിന് അപ്രോച്ച് റോഡിൻ്റെ ഇരുവശം വീതി കൂട്ടുന്നതിനെ സംബന്ധിച്ച് അവിടെ ഒരു മയിലാടിക്കോട് പാലമുണ്ട്. അതിൻ്റെ വീതി കൂട്ടുന്നതിനെ സംബന്ധിച്ച് അതെനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് ഈ പറഞ്ഞ 5 എണ്ണത്തിൽ ഒരെണ്ണം അതാണ് ചെയ്യാൻ കഴിയാത്തതാണ്. അത് ചെയ്യാൻ വേണ്ടി കഴിയും. ബണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചാൽ മാത്രമേ അതിൻ്റെ പുറം തുടങ്ങാൻ പറ്റുള്ളൂ എന്നാണ് നമുക്ക് അതിൻ്റെ സാങ്കേതിക വിദഗ്ധർ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. പിന്നെ വരുന്നത് പാറച്ചിറ പാർക്ക് നവീകരണം TV കിയോസ് പ്രവർത്തനം ആരംഭിക്കണം. ഈ പാറച്ചിറയിൽ വാർഡിൻ്റെ ഒരു പ്രദേശമാണ്, അങ്ങ് അറ്റം ബോർഡറാണ്, അവസാനം വരുന്നതാണ്. അത് കഴിഞ്ഞാൽ ആറന്നൂർ വാർഡാണ്.
അവിടെ ഒരു പാർക്കുണ്ട്, ഒരു ചെറിയൊരു പാർക്കാണ്, കൊച്ചു സ്ഥലമാണ്. അത് വർഷങ്ങളായിട്ട് നഗരസഭയുടെ കയ്യിലായിരുന്നു. പക്ഷേ അത് നമുക്കത് നമ്മുടേതാണെന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ അത് മിസ്യൂസ് ആയി പോയിരുന്നു. അത് പാർക്ക് തുറക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ജയിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വെച്ചൊരു വിഷയമായിരുന്നു അത് ഞാൻ കൗൺസിലറായി കഴിഞ്ഞ ഉടൻ തന്നെ ആദ്യം തന്നെ അതിനുള്ള നടപടി ആരംഭിച്ചു. അതിപ്പം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിമനോഹരമായി കുട്ടികൾക്ക് വന്നിരിക്കാനും മുതിർന്നവർക്ക് മീറ്റിംഗ് കൂടാനും പത്രം വായിക്കാനും വേണ്ടിയൊക്കെ ഒരു ഇതായിട്ട് അവിടെ നമ്മൾ ഇനിയിപ്പോൾ ഒരു റേഡിയോ പാർക്കൊക്കെ അതിനെ മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വൈകുന്നേരങ്ങളിലും രാവിലെയും പ്രഭാതത്തിന് ഒരു വാർത്ത കേൾക്കാനോ ചെറിയ പാട്ടിടാനോ ഒക്കെ ഉള്ള സംവിധാനത്തിലുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. പാർക്ക് ഇപ്പം തുറന്ന് 15-20 കൊല്ലമായിട്ട് അടഞ്ഞിടുന്ന പാർക്കാണ്. ഇപ്പം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ വെളിച്ചവും സൗകര്യവും എല്ലാം കൊണ്ടുപോയിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ആ പാർക്കിൽ. ഹലോ, ജനസമക്ഷം ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ. ഓക്കെ, നിങ്ങളുടെ വല്യശാല കൗൺസിലർ ഇപ്പോൾ എൻ്റെ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ 5 വർഷക്കാലത്തെ വികസനങ്ങളിൽ ഇനി താങ്കൾ ആവശ്യപ്പെടുന്ന വികസനം എന്താണ്? സംസാരിച്ചോളൂ, കൗൺസിലറുണ്ട്. ഹലോ. അല്ല, വികസനത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇനി ആ വാർഡിലേക്ക് താങ്കളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്ന വികസനങ്ങൾ എന്താണ്? ആ ഭാഗത്ത് കിളിയാറിന്റെ കിഴക്കേക്കരയിലെ ഒരു മണ്ണ് നിർമ്മാണം പൂർത്തിയാകേണ്ടതുണ്ടായിരുന്നു. അതിന് പൂർത്തീകരിക്കാം അടിയന്തരമായി. ഓക്കെ, അടുത്തത് ചില ലൈനുകളുടെ ഡ്രൈനേജിന്റെ ഒരു വിഷയമുണ്ട്. ഡ്രൈനേജ് ലൈൻ താഴ്ന്ന ലൈനായതുകൊണ്ടാണ് ചെയ്യാൻ കഴിയാതിരിക്കുന്നത്. അതിനെന്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യം ആലോചിക്കണം. ട്രെയിനിനെ സംബന്ധിച്ച് നമുക്ക് വിഷയമുണ്ട്. കാരണം താഴ്ന്ന പ്രദേശം ആയതുകൊണ്ട് അവിടെ നമുക്ക് തീർക്കാൻ കഴിയുന്നില്ല എന്നാണ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. ഈ ബണ്ടിനെ സംബന്ധിച്ച് നമുക്ക് ഉടനെ തന്നെ പരിഹാരം ഉണ്ടാവും. 5.5 കോടി രൂപ ബഹുമാനപ്പെട്ട MLA അനുവദിച്ചിട്ടുണ്ട്, ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉടനെ തുടങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. അത് ജഗതി മുതൽ മയിലാടിക്കടവ് പാലം വരെ വരുന്ന പ്രദേശത്തുള്ള അനുവദിച്ച് ഇപ്പം അനുമതി തന്നിട്ടുണ്ട്. അതിൻ്റെ വർക്ക് ഉടനെ തുടങ്ങുന്നതാണ്. പരിസരങ്ങളിൽ താമസിക്കുന്ന വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് വീടുണ്ട്. അവരുടെ വീട്ടിലൊന്നും TC നമ്പർ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. എല്ലാവരും അപേക്ഷ കൊടുത്തവരാണ്, പക്ഷേ TC കിട്ടുന്നില്ല. 20 മീറ്റർ അകലം വേണം നിബന്ധന പറഞ്ഞാണ് കൊടുക്കാത്തത്. എന്നാൽ ഇല്ലാത്ത പല വീടുകളിലും TC കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പരിഹാരം ഉണ്ടാവണം. അത് ആദ്യകാലത്താണ് അങ്ങനെ ഈ K-സ്മാർട്ട് വരുന്നതിന് മുമ്പാണ് അത്തരത്തിലുള്ള അനുമതികൾ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ K-സ്മാർട്ട് വന്നപ്പോഴത്തേക്കും റിക്കവറിക്കലായപ്പോഴത്തേക്കും നമുക്കതിനുള്ള സാങ്കേതികമായിട്ടുള്ള തടസ്സമുണ്ട്. എന്നിരുന്നാൽ പോലും മുൻകാലങ്ങളിലുള്ള വീടുകൾക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട മേയർ നമ്മുടെ ഒരു അദാലത്ത് നടത്തുന്നുണ്ട് വരുന്ന മാസത്തിൽ. അപ്പോൾ അതിൽ ഈ വിഷയം കൂടെ പരിഗണിക്കാനുള്ള നടപടി എടുക്കാമെന്ന് ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞിട്ടുണ്ട്. ആ അദാലത്തിൽ പരാതി കൊടുക്കാനുള്ള സമയം ഇത്തരത്തിൽ ഉള്ള ആൾക്കാരെ കൊണ്ട് കൂട്ടമായിട്ട് തന്നെ ഒരു പരാതി കൊടുക്കും, വ്യക്തിപരമായിട്ടും കൂട്ടമായിട്ടും പരാതി കൊടുക്കാനുള്ള നടപടിയും കൂടെ സ്വീകരിക്കേണ്ടതാണ് ഈ അദാലത്തിൽ. ശരി, അത് ചെയ്യാം. മറ്റൊന്ന്, തലമുറകളായി കിള്ളിയാതിന്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്ക് TC അല്ല POTC താമസിക്കുകയാണ്. പെർമനന്റ് TC കിട്ടാതെ, പെർമനന്റ് പട്ടയം കിട്ടാതെ അവർക്ക് പട്ടയം കിട്ടാനുള്ള നടപടി സ്വീകരിക്കുന്നു. പക്ഷെ തലമുറകളായി താമസിക്കുകയാണ്. അതിന്റെ വേറെ ദേശീയ തന്നെ അവിടെ പോയപ്പോൾ ഇതിനൊന്നും ആയിട്ടില്ലെന്ന്. അതെ 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 അത് നമ്മുടെ സർക്കാരിൻ്റെ പദ്ധതിയായിട്ട് തന്നെ എടുത്തുകൊണ്ട് പട്ടയം കൊടുക്കാനുള്ള അനുമതി അവർക്ക് 1-ാം ഘട്ടത്തിൽ വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ അവർക്ക് അവിടെ വീടുകളിൽ പോയി പട്ടയത്തിന് വേണ്ടിയുള്ള പേപ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനി വില്ലേജിനും താലൂക്കിലായിട്ട് പോയിട്ടുണ്ട്. അടുത്ത പട്ടയ വിതരണത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഇതിനും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി നടപടി ബഹുമാനപ്പെട്ട MLA സ്വീകരിച്ചിട്ടുണ്ട്. അലഞ്ഞു കിടക്കുന്ന പട്ടികളുടെ വിഷയമുണ്ട്. തെരുവുനായി ഇവിടെ 3 പേരെ ഈ ഒരാഴ്ചക്കകത്ത് പട്ടി അടിച്ചു റോഡിൽ വെച്ച്. അതിന് പരിഹാരം ഉണ്ടാവണം. ഈ തെരുവുനായി കോർപ്പറേഷനും ബന്ധപ്പെട്ട വകുപ്പുകളും ആലോചിക്കണം. അതെ 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 പോയി അതിന് പ്രത്യേക ഷെൽട്ടർ ഉണ്ടാക്കി അത് താമസിപ്പിച്ചാലേ പരിഹാരം ഉണ്ടാവുള്ളൂ. അതെ 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 അതൊരു വലിയൊരു പ്രോജക്റ്റാണ്. അത് നഗരസഭ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതി കൂടെയാണ്. പക്ഷേ ഇപ്പം നമുക്ക് തെരുവ് നായ്ക്കളെ കൊല്ലാനുള്ള അനുമതി ഇല്ല എന്നതാണ് എൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ അത് പിടിക്കുന്നുണ്ട്. നമ്മൾ ABC ചികിത്സയ്ക്ക് തയ്യാറാക്കി, ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് ABC ചികിത്സയ്ക്ക് തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അത് കാലാകാലങ്ങളിൽ ഞാൻ തന്നെ അവിടെ വന്ന് ഇങ്ങനൊരു സംവിധാനം ചെയ്യാറുമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഷട്ടർ ഉണ്ടാക്കാനുള്ള സംവിധാനത്തിലോട്ട് പോകുന്നുണ്ട് നഗരസഭ. ഓക്കെ ഓക്കെ സാർ. സാർ വിളിച്ചാൽ വളരെ നന്ദി. ഓക്കെ, താങ്ക് യു.
ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreations@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.